ഹലോ, ഞാൻ യുറേക്ക സ്റ്റോറീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി. ഈ ആങ്സൈറ്റി, സോഷ്യൽ ആങ്സൈറ്റി, സ്റ്റേജ് ഫിയർ, ട്രോമ എന്നൊക്കെ പറയുന്നത് പലർക്കും വലിയ തമാശയാണ്. അല്ലെങ്കിൽ കുറേ പേരൊക്കെ അതിനെ വളരെ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരക്കാരൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവാത്തവരോ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചുക്കും ചുണ്ണാമ്പും അറിയാത്തവരാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇവരിതൊന്നും അംഗീകരിക്കില്ല എന്നതാണ് വാസ്തവം. ഇതൊക്കെ ഇവൻ്റെ വെറും ഷോ അല്ലേ, വേറൊരു അഭിനയം, അല്ലെങ്കിൽ ഇതൊക്കെ വെറും അറ്റൻഷൻ സീക്ക് ചെയ്യാനുള്ള ഡ്രാമയാണ് എന്നൊക്കെയാണ് ഇത്തരക്കാരുടെ വാദങ്ങൾ. എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് മറ്റൊരു സ്പെഷ്യൽ ഫീച്ചർ കൂടിയുണ്ട്. എംപതിയുടെ ഒരു തുള്ളി പോലും ഇവരുടെ ഉള്ളിലില്ല എന്നുള്ളതാണ് ആ ഫീച്ചർ. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നു. പാർട്ടി ഒന്നും പറയില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, പിന്നെ ആ പിറന്നാളുകാരനെ ഓർക്കാരിയെ എല്ലാവരും കൂടി നിർത്തി പുകഴ്ത്തുന്നൊരു ചടങ്ങ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട് ഓഫീസിൽ. അപ്പം ഞാനൊരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളായതുകൊണ്ട് തന്നെ ഞാനൊരു മൂലയ്ക്ക് മാറുന്നതുകൊണ്ട് ആ പരിപാടി കഴിയുന്നിടം വരെ കഷ്ടപ്പെട്ട് ഞാൻ അവിടെ എൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തി. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചു പോയി. എല്ലാവരും അവരവരുടെ ജോലികളിലേക്കും തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസിലുള്ള ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് ആ ബർത്ത്ഡേ പാർട്ടിക്ക് ആരോടും മിണ്ടാതെ ഒരു മൂലയ്ക്ക് മാറി നിന്നത് വളരെ മോശമായിപ്പോയി, നിനക്ക് എന്താ എല്ലാവരോടും സംസാരിച്ച, ഗേൾസിനോടൊക്കെ നല്ല കമ്പനി അടിച്ച് നിന്നൂടെ എന്നൊക്കെ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഇയാളുടെ ഇത്രയും ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിൽ ആകെ ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണോ, അതോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വെറുതെ ഞാൻ എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യണോ? പക്ഷെ അറ്റ് ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ ഇയാളെ ഇനിയും കാണണം. അതുകൊണ്ട് ഇയാൾ ഇനി ഇതുപോലത്തെ ചോദ്യം ചോദിച്ച് എൻ്റെ പിന്നാലെ വരാൻ പാടില്ല. സോ ഞാൻ ഇയാൾക്ക് കാര്യങ്ങൾ, അതായത് എൻ്റെ സൈഡ് കൃത്യമായും വൃത്തിയായും പറഞ്ഞു കൊടുത്തു. എനിക്കുള്ള സോഷ്യൽ ആങ്സൈറ്റി, സ്റ്റേജ് ഫിയർ, പിന്നെ പാസ്റ്റിലുണ്ടായിട്ടുള്ള ട്രോമ, ഇതിനെക്കുറിച്ചൊക്കെ വേഗമായിട്ടാണെങ്കിലും ഒരു ഏകദേശ ഐഡിയ ഞാൻ ഇയാൾക്ക് കൊടുത്തു. പക്ഷെ ഞാൻ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതിനിടയിലും ഇയാൾ തിരിച്ച്, നീ ഈ പറഞ്ഞതൊക്കെ എനിക്കുണ്ട്, പക്ഷെ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് തുടങ്ങിയ ജൽപ്പനങ്ങളും മുഴക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് മൊത്തം ഇയാൾ കേട്ട ശേഷം, ഇരുത്തി കേൾപ്പിച്ച ശേഷം ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും നിനക്കത് ഒഫൻഡഡ് ആയിട്ടേ തോന്നുന്നു, എന്തായാലും ഞാൻ നിന്നെ നല്ലതിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ശരിയെന്നാ. ഞാൻ അത്രയും സമയം എൻ്റെ ഒരു ദിവസത്തെ ജിമ്മ് വരെ കളഞ്ഞിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ കിടന്ന് കുരച്ചിട്ട് എൻ്റെ അത്രയും സമയത്തെ ഡയലോഗ് ഫുൾ നിരർത്ഥകമാക്കിക്കൊണ്ട് അയാൾ ആ കോൾ കട്ട് ചെയ്തങ്ങ് പോയി. അപ്പം ഇങ്ങനത്തെ ആളുകളൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു ട്രോമ അവർക്ക് സമ്മാനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം യുറേക്ക സ്റ്റോറീസിൽ പറഞ്ഞിട്ടുള്ള പോലെ ദേ ഡിസേർവ് എ ട്രോമ, ദേ ഡിസേർവ് എ ട്രോമ. അല്ലാതെ നമ്മൾ അവരോട് പോയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. കാരണം അതൊരുമാതിരി കുടം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ വെള്ളം ഒഴിക്കുന്ന പോലെയാവും. വേദം ഓതാൻ പോയിട്ട് കാര്യമില്ല. സോ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, മറ്റുള്ളവർക്ക് പറ്റിയതൊന്നും നമുക്ക് പറ്റാത്തിടത്തോളം അതൊക്കെ നമുക്ക് വെറും കഥകളും തമാശകളും മാത്രമായിരിക്കും എന്ന ആറ്റിറ്റ്യൂഡ് മാറ്റിയാൽ നന്നായിരിക്കും.